തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയാകുന്നത് പ്രതിരോധിക്കാൻ കാസർഗോഡ് DCC ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. ജില്ലാ നേതൃത്വത്തോട് ആലോചിക്കാതെയാണ് സന്ദീപ് വാര്യരെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്നാണ് ആക്ഷേപം. അടിയന്തരമായ DCC യോഗം ഇന്ന് ചേരുന്നുമുണ്ട്. രതീഷ് വാസൻ വരുന്നു. രതീഷ്, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനം DCC പ്രസിഡന്റ് തന്നെ വന്ന് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു അവിടെ സന്ദീപ് വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം? സേതു, ഗുഡ് മോർണിംഗ്. വളരെ കൃത്യമായ കാര്യമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് നടത്തേണ്ട നേതൃത്വം നൽകേണ്ട DCC പ്രസിഡന്റ് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം, അത്ര ഒരു നിർദ്ദേശം വന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട, ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കൾ കോൺഗ്രസിന് നിരവധിയുണ്ട്, അവരെ തന്നെ പരിഗണിക്കണം. എന്തുകൊണ്ട് തങ്ങളോട് പോലും ആലോചിക്കാതെ സന്ദീപ് വാര്യരുടെ പേര് ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടു എന്നതാണ് അവരെ സംബന്ധിച്ച് അവരെ പ്രകോപിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ജില്ലയിൽ 2 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. അത് കാഞ്ഞങ്ങാട് സീറ്റ് വച്ചു മാറിക്കൊണ്ടാണ് തൃക്കരിപ്പൂർ കൂടുതൽ രാഷ്ട്രീയ മത്സരം മുന്നോട്ട് വയ്ക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചാണ് തൃക്കരിപ്പൂർ ഏറ്റെടുത്തത്. ആ തൃക്കരിപ്പൂർ സീറ്റിൽ പോലും ഇത്തരത്തിൽ നല്ല മത്സരം നടത്താനുള്ള സാഹചര്യം നിലനിൽക്കെ പുറമെ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ എന്തിന് കൊണ്ടുവന്നു എന്ന ചോദ്യമാണ് പ്രവർത്തകരും നേതാക്കളും ഉന്നയിക്കുന്നത്. അത് പരസ്യ പ്രതികരണത്തിലേക്ക് വരുന്നു എന്നത് എത്രത്തോളം ഇതിൽ പ്രതിഷേധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. എന്നാലും ഇന്ന് DCCയുടെ അടിയന്തര യോഗം ഇന്നലെ ചേർന്നിരുന്നു. ഇന്ന് കൂടുതൽ പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വിഷയം തന്നെ ഗൗരവമായി ചർച്ച ചെയ്യാൻ DCC യോഗം 10:30 വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്തായാലും സന്ദീപ് വാര്യരെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ കാസർഗോഡ് കോൺഗ്രസിലുണ്ടാവും. അത് മറ്റ് ഇടങ്ങളിൽ, മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ പോലും ബാധിക്കുമെന്ന ആശങ്ക ഘടകകക്ഷികൾ ഉൾപ്പെടെ ഇന്നലെ പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും പ്രതിസന്ധിയും പൊട്ടിത്തെറിയും കാസർഗോഡ് കോൺഗ്രസിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസ് പോകുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഓക്കെ രതീഷേ, ശരി. ഇപ്പം കാസർഗോഡും പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് തൃക്കരിപ്പൂരിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ രതീഷ്.